ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഷോൾഡർ ടു വെസ്റ്റ് ഡാർട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ലെങ്ത് 14, ഷോൾഡർ 14, അപ്പർ ചെസ്റ്റ് 32, ഫുൾ ബസ്റ്റ് 34, വേസ്റ്റ് 29, ബാക്ക് നെക്ക് ഡീപ്പ് 2 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഡീപ്പ് 7 ഇഞ്ച്, ആംഹോൾ 14.5. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ ബാക്ക് 2 ഇഞ്ചാണ് ഡീപ്പ് ഉള്ളത്, ഫ്രണ്ട് ഡീപ്പ് നെക്കുമാണ് 7 ഇഞ്ച് ഡീപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ഫസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 14 പ്ലസ് 1 ഇഞ്ച് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അടുത്ത 6 ഇഞ്ചിൽ അപ്പർ ചെസ്റ്റിനെ ഒരു മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഡീപ്പ് കുറവായതുകൊണ്ട് 1 ഇഞ്ച് നമുക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാം ഷോൾഡർ. അപ്പോൾ ഈ 3 ലൈനിലും ഓരോ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. ഷോൾഡർ 14 ഇഞ്ചാണ്. 14ന്റെ പകുതി 7 ഇഞ്ച്. ബാക്ക് നെക്ക് 2 ഇഞ്ച് ഡീപ്പ് ആയതുകൊണ്ട് ഷോൾഡറിന്റെ പകുതിയുടെ കൂടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. പതിനൊന്നേകാൽ. ഇനി അപ്പർ ചെസ്റ്റ് 32 ആണ്. 32ന്റെ 4/1 ഭാഗം 8 ഇഞ്ച് പ്ലസ് ബാക്ക് നെക്ക് ഡീപ്പ് കുറവായതുകൊണ്ട് 1 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 1.5 ഇഞ്ച് 1 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1.5 ഇഞ്ച് മാർജിൻ കിട്ടും. വേസ്റ്റ് 29 ആണ്. അപ്പോൾ 7.25 പ്ലസ് 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഡാട്ടിന് കൊടുക്കുക. 1.5 ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ ക്രോസ് ഫ്രണ്ട് എടുക്കാം. എത്രയാണ് അപ്പർ ചെസ്റ്റ് ഉള്ളത് അതിന്റെ നേരെ പകുതി, ഇത് 8 ഇഞ്ച് ഉണ്ട്. 8 ഇഞ്ചിന്റെ പകുതി 4 ഇഞ്ച്. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്നും 2.25 ആഡ് ചെയ്ത് കൊടുക്കും. അതായത് അപ്പർ ചെസ്റ്റിന്റെ 8-1 ഭാഗത്തിന്റെ കൂടെ 2.25 ആഡ് ചെയ്ത് കൊടുത്താൽ ക്രോസ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ 1.5 ഇഞ്ച് ഷോൾഡർ 1 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ബാക്ക് നെക്ക് ഡീപ്പ് കുറവായതുകൊണ്ടാണ് 1 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഷോൾഡർ വിഡ്ത്ത് 3.25 വേണ്ടത്. അപ്പോൾ ഇവിടെ 3.25 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആംഹോൾ 14.5 അപ്പോൾ 14.5യുടെ പകുതി 7.25. ഇവിടുത്തെ മാർജിൻ ഒഴിവാക്കിയതിനു ശേഷം 7.25 കിട്ടേണ്ടതാണ്. 7.25 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെസ്റ്റിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. ഇവിടെ അരയിഞ്ച് ഷോൾഡറിൽ മാർജിൻ പോകുന്നതായിരിക്കും. അതിനുശേഷം ഫ്രണ്ട് 2 ഇഞ്ച് ഡീപ്പുള്ളതുകൊണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരഞ്ഞു കൊടുക്കുക.
അപ്പോൾ ബാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഡാട്ട് മാർക്കിങ്ങിനായി സെൻറ്ററിൽ നിന്നും 4 ഇഞ്ച് മേലെ മാർക്ക് ചെയ്യുക. 1.25 ഡാട്ട് ഇട്ടതുകൊണ്ട് 1/2 ഇഞ്ച് ഒരു പോയിന്റ് 2 ഭാഗത്തും മാർജിൻ ഇട്ട് കൊടുക്കുക. ഡാട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. 3/4 ഇഞ്ച് ഇവിടെ ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വെട്ടുന്നതിനായി നമ്മൾ ഫസ്റ്റ് ഇവിടെ 1 ഇഞ്ചിൽ ഒരു ലൈൻ വരയുക. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയാണ്. അതിനുശേഷം ബാക്ക് പാറ്റേൺ എടുത്ത് സ്ട്രെയിറ്റായി വെക്കുക. താഴെ ലെങ്ത്തിൽ ഒരു മാർക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതെടുത്ത് മാറ്റാം. ശേഷം ഫ്രണ്ട് നെക്ക് ഡിപ്പ് 7 ആയതുകൊണ്ട് ഷോൾഡറിൽ നിന്നും നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ അപ്പർ ചെസ്റ്റിൻ്റെ ലൈന് ഒന്ന് ഡ്രോ ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ അപ്പർ ചെസ്റ്റിൻ്റെ ലൈൻ. അപ്പോൾ 2 ഇഞ്ച് മൈനസ് ചെയ്ത ശേഷം ഇവിടെ 5.5 ഒരു പോയിന്റ് കുറവാണ് ലഭിച്ചിരിക്കുന്നത്. അതേ മാർക്കിങ് താഴെ ചെയ്യുക. താഴെ ചെയ്ത ശേഷം ക്രോസ് ഫ്രണ്ടിനായി അതിനെ സ്ട്രെയിറ്റായി വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഫ്രഞ്ച് കാർവ് ഉപയോഗിച്ച് ആ മോളിൻ്റെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഷോൾഡറിൻ്റെ അകലം എത്രയാണോ അത്രയും മാർക്ക് ചെയ്യുക. 3.25 ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബാക്കിൽ. അതേ 3.25 ഇവിടെ മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കും. 2 ഇഞ്ച് ഉണ്ട്. ഞാനിവിടെ ഒരു വീനക്കാണ് വരയ്ക്കുന്നത്. വീനക്ക് വരച്ചു കൊടുക്കാം. ശേഷം ഇത് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഡാട്ട് പോയിന്റ് 34 ആണ്. അപ്പോൾ 9.5 ഇഞ്ച് ഡാട്ടിൻ്റെ പോയിന്റ് വരും. ഷോൾഡർ അടയാളപ്പെടുത്തുക. 9.5 ഇഞ്ച് പോയിന്റ് വരും. 9.5 1/2 ഇഞ്ച് മാർജിനും. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും 10 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം $34 ഉള്ളതുകൊണ്ട് 3.4 അല്ലെങ്കിൽ 3.5 വരേക്കും ബസ് സെൻറ്ററിനായി എടുക്കാവുന്നതാണ്. അവിടെ നിന്നും സ്ട്രെയിറ്റായി വരക്കാതെ ഒരു 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി മെയിൻ ഡാട്ട് വെടുത്തിനായി നമ്മൾ 2.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം ഇത് 5.25 ഉണ്ട്. അപ്പോൾ 2.5 ഒരു പോയിന്റ് വരുന്നതായിരിക്കും. 2.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക.
2.25 വരുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവിടെ പോയിന്റ് വരാത്ത രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കേണ്ടതാണ്. അടുത്ത ആമോൾ ഡാട്ട് എടുക്കാം. അതിനായി നമ്മൾ 1.25 ഇഞ്ചാണ് ആമോൾ ഡാട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും 1.25 ഇഞ്ച് വരുന്ന സ്ഥലത്ത് ഒരു അടയാളപ്പെടുത്തുക. 1.25ൻ്റെ പകുതി 1/2 ഇഞ്ചും ഒരു പോയിന്റും ഈ ഒരു വശത്തും 1/2 ഇഞ്ചും ഒരു പോയിന്റും ഈ ഒരു വശത്തും അടയാളപ്പെടുത്തുക. ഇനി ഇതിനെ പെൻസിൽ ലൈനുമായി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾക്ക് വേസ്റ്റ് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. 29 ഇഞ്ചാണ് വേസ്റ്റ്. അപ്പോൾ 7.25 വേണം. 2.25 ഇവിടെ ഉണ്ട്. ആ 2.25 മൈനസ് ചെയ്തുകൊണ്ട് 7.25 വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക. നമ്മുടെ ഫുൾ ബസ്റ്റ് 34 ആണ്. അപ്പോൾ 8.5 വരണം. 8.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ച് ലൂസ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് ഇവയെ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക. ഏകദേശം 3/4 ഇഞ്ച് 1 ഇഞ്ച് ലൂസ് വരുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഡാറ്റിൻ്റെ ദൂരം ഇവിടെ നിന്ന് 5 ഇഞ്ച് ഉണ്ട്. അതേ 5 ഇഞ്ച് ഇവിടെയും വരേണ്ടതാണ്. അപ്പോഴാണ് അത് അടിച്ചാൽ കറക്റ്റായി വരിക. നമ്മൾക്ക് ഈ ഒരു ഡാട്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിനെ സ്കിപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ഒട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആമോളിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായി ഫ്രഞ്ച് കർവ് ഈ സെൻറ്റർ ഭാഗത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു കർവ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മാർജിനിലേക്ക് ലൈൻ വരച്ചു കൊടുക്കുക. ബാക്ക് പാർട്സ് എടുത്തതിന് ശേഷം ഇതിനോട് യോജിപ്പിച്ച് വെച്ച് ലെങ്ത് എത്രയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം കൂടി അളന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് 5.5 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നുണ്ട്. ആ 5.5 ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ നിന്നും
ജോയിൻറ്റ് ചെയ്താൽ കിട്ടേണ്ടതാണ്. 5.5 ഇഞ്ച് പോയിന്റ് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത ശേഷം ഇതിനെ ക്രോസ് ചെയ്ത് കൊടുക്കും. ഡാറ്റിനെ നമ്മൾ നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഇത് ഷോൾഡർ നല്ല രീതിയിൽ ഇറങ്ങിപ്പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആംബോളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഈ ഒരു ഭാഗത്തായി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്ത് ഇത്രയും ഭാഗം ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ നെക്ക് ഡ്രോപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചോ നെക്ക് ഡ്രോപ്പ് ഇറക്കി കൊടുക്കാവുന്നതാണ്. അടുത്തായി ഷോൾഡർ ഡാറ്റിന് വേണ്ടി ഷോൾഡർ ബെഡ്ത്തിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് വരുന്നുണ്ട്. 3.5 ഇഞ്ചിന് ഒരു പോയിന്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി 1.25 അടുത്തായി മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ലൈനിനെ പ്രിൻസസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായി 9 ഇഞ്ച് വരുന്നുണ്ട്. 9ൻ്റെ പകുതി 4.5 ഇഞ്ചിൽ രണ്ട് വശത്തേക്ക് ഒരു 3 പോയിന്റ് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വരുന്നത് ഇത് ടോട്ടലായിട്ട് ഒരു ഡാട്ട് മാർക്ക് ചെയ്യുക. അരയിഞ്ച് എടുത്താലും മതിയാവുന്നതാണ്. ഇത് നമ്മളുടെ ഈ ഒരു ഭാഗത്തായി റിങ്കിൾസ് വരാൻ സാധ്യതയുണ്ട്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒന്നും പോയിന്റ് വരാതെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ഷോൾഡർ ടു വെസ്റ്റ് ഡാട്ടിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരിക. മാർക്കും ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ഡാറ്റും നമ്മൾ അടിച്ചതിന് ശേഷം നമുക്ക്
3.25 അടുത്ത് കിട്ടേണ്ടതാണ്. 34ന്റെ കണക്കിനനുസരിച്ച് 3.25 അല്ലെങ്കിൽ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറവ് എടുക്കാം ബസ്റ്റ് സൈസിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ബസ്റ്റിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് 3.25. എല്ലാ ഡാട്ടും അടിച്ചതിന് ശേഷം അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായാൽ മാത്രമേ നല്ലൊരു പഫ് ക്രിയേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ ടു വെസ്റ്റ് ഡാട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഹുക്കിൻ്റെ മാർജിൻ ഇട്ടിട്ടില്ല. നിങ്ങൾ ബാക്കിലാണ് ഹുക്ക് വേണ്ടതെങ്കിൽ ബാക്കിൽ ഹുക്ക് പട്ടിക്കായ മാർജിൻ ഇടുക. അത് ഫ്രണ്ടിലാണ് വേണ്ടതെങ്കിൽ ഫ്രണ്ടിൽ ഹുക്ക് പട്ടിക്കായ മാർജിൻ ഇടുക. അതേമാതിരി ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിൻസസ് കട്ടിൽ ചെയ്യാറുള്ളത് പോലെ ഈ ഒരു ഭാഗത്തായി മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു ഭാഗത്തായി മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എത്രയാണ് നിങ്ങൾ തയ്യൽ തുമ്പ് പിടിക്കുന്നത് അത്രയും മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് പാർട്സിൻ്റെയും പിന്നെ ഏത് ഭാഗത്താണ് ഓപ്പൺ വേണ്ടത്, ഹുക്ക് ബാക്കിലാണ് വേണ്ടതെങ്കിൽ ബാക്കിൽ 1 സെന്റിമീറ്റർ മാർജിൻ ഇട്ട് കൊടുക്കുക, ഫ്രണ്ടിലാണ് വേണമെങ്കിൽ ഫ്രണ്ടിൽ 1 സെന്റിമീറ്റർ മാർജിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.